റെഡ് ഡബിൾ. അതെ, റെഡ് ഡബിൾ. നല്ലൊരു അതെ അതെ, മുഴുവൻ റെഡ് കയറും. ഫുൾ റെഡ് കയറും അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്നെത്തിയത്. ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നിർത്തി വെച്ചല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ചാത്തമംഗലം ഭാഗത്തുള്ള ധൃതിൻ ബെറ്റാസ് ഫാമിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോസിൽ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് അപ്പം നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം ഗപ്പി, ഏഞ്ചൽ, ബെറ്റാസ് ആണ്. ഇപ്പം കൂടുതലായിട്ടും ബെറ്റാസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഏഞ്ചൽ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 11ഓളം ഗപ്പീസ് ഉണ്ട് അല്ലേ? അതൊക്കെ ഇപ്പൊ നിലവിലിപ്പോ കാണിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതാണ്. അതെ അതെ, ഓൾമോസ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏഞ്ചൽ വെറൈറ്റി പെയർ കൊടുക്കാനുണ്ടോ? പെയർ പാവുന്നുള്ളൂ, എന്നാലും കൊടുക്കാം. 1-2 പീസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഗപ്പീസ് ഒക്കെ ഇപ്പൊ ഏകദേശം എത്ര റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം? നമ്മള് 150 മുതലാണ്. പിന്നെ പർപ്പിൾ ബെറി ആണെങ്കിൽ ഒരു 100 റേഞ്ച് ആണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? തീർച്ചയായും. ഫസ്റ്റ് വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് വൈറ്റ് ഡംബോ ആണ്. വൈറ്റ് ഡംബോ ആണ് വരുന്നത്. ഓക്കെ, ഇതിന് എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ? 250 ആണ്. 250 ആണ്. നല്ല കളർ വെറൈറ്റി ആണ് അല്ലേ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താ? എന്തെങ്കിലും നമുക്ക് എന്താ വെച്ചാല് അധികം ഈ വലിപ്പം തന്നെയാണോ വെക്കുന്നത്? അഡൽട്ട് സൈസിലുള്ള വരുന്നതാണോ? ഇത് അഡൽട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ഇവിടെ കൊടുക്കാനുണ്ട്. വൈറ്റ് ഇറങ്ങാനുണ്ട് അല്ലേ? അത്യാവശ്യം കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുണ്ട്, പേർ വെച്ചാൽ കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ വരുന്ന പ്രൈസ് വരുന്നത് 250 ആണ് അല്ലേ? 250 ആണ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റിക്ക് പോയാലോ? ഫസ്റ്റ് വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് വൈറ്റ് ഡംബോ ആണ്. വൈറ്റ് ഡംബോ ആണ് വരുന്നത്. ഓക്കെ, ഇതിന് എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ? 250 ആണ്. 250 ആണ്. നല്ല കളർ വെറൈറ്റി ആണ് അല്ലേ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താ? എന്തെങ്കിലും നമുക്ക് എന്താ വെച്ചാല് അധികം ഈ വലിപ്പം തന്നെയാണോ വെക്കുന്നത്? അഡൽട്ട് സൈസിലുള്ള വരുന്നതാണോ? ഇത് അഡൽട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ഇവിടെ കൊടുക്കാനുണ്ട്. വൈറ്റ് ഇറങ്ങാനുണ്ട് അല്ലേ? അത്യാവശ്യം കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുണ്ട്, പേർ വെച്ചാൽ കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ വരുന്ന പ്രൈസ് വരുന്നത് 250 ആണ് അല്ലേ? 250 ആണ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റിക്ക് പോയാലോ? 100% സ്റ്റെബിലിറ്റി ആണ്. 100% സ്റ്റെബിലിറ്റി ആണ് അല്ലേ വരുന്നത്? ഓക്കെ, വേറൊന്നും ഇറങ്ങില്ല. വേറല്ല, ഒക്കെ ഇതേ. അടുത്ത വെറൈറ്റിയിലേക്ക് പോയാലോ? എല്ലാവർക്കും ഇഷ്ടമുള്ളതും എന്നാലും നമ്മൾ പിടിച്ചു കഴിഞ്ഞാല് കുറച്ച് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ വൈറ്റ് കളർ ആവുന്നതായിട്ടുള്ള ഒരു വെറൈറ്റിയിലേ പോയാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇതാണ് ഗോൾഡ്, ഫുൾ ഗോൾഡ് ആണ് വരുന്നത്. ഗോൾഡ് ആണ് അല്ലേ? അതായത് നമ്മളിപ്പോ ഒരു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ് ഒക്കെ ആയി കഴിഞ്ഞാല് അത് വൈറ്റ് ആയിട്ട് എന്താ വെച്ചാൽ നമുക്കിപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയോ അത് വൈറ്റ്, ഇത് ഗോൾഡ് ആണോ? തെറ്റ്, അങ്ങനെയുള്ള ആണല്ലേ? ഓക്കെ, ഇത് അത്യാവശ്യം നല്ല പ്യൂർ ഗോൾഡ് തന്നെയല്ലേ? ഇതെങ്ങനെയാ? ഇതിന് മ്യൂട്ടേഷൻ എന്തെങ്കിലും വരാറുണ്ടോ? അതായത് വേറെ മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ? ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനില്ലേ? അത്യാവശ്യം നല്ല എത്ര പ്ലെയർ കൊടുക്കാനുണ്ടാവും? ഇപ്പം അത്യാവശ്യം ഉണ്ട്, ഒരു 10-20 പേരുണ്ട് കൊടുക്കാനുണ്ട് അല്ലേ? ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് പെയർ 150 ആണ് വരുന്നത്. 150 എന്നും രാജാവായ ഈ വെറൈറ്റിനെ പറ്റിപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് ആൽബിനോ ഫുൾ റെഡ്. ആൽബിനോ ഹൈഡോർസലും കൂടി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി തന്നെയാണ്. എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. കുഞ്ഞുങ്ങളധികം കിട്ടൂല അല്ലേ? ഇല്ലില്ല, ഭയങ്കര കാരണം ആൽബിനോ ആയതുകൊണ്ട് തന്നെ പണിയാണ്. അത്യാവശ്യം ഇവിടെ കിട്ടുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലേ? മാറ്റിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. ഓക്കെ, ഇതിന് മ്യൂട്ടേഷൻ ഒന്നും വരാറുണ്ടോ? ഒന്നും വരാറില്ല. വരാറ്. ഓക്കെ, ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? പ്രൈസ് 150 ആണ്. 150 റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനില്ലേ? കൊടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റി പോയാലോ? ഓക്കെ, വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇതാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ ആണ്.
പർപ്പിൾ ബെറി ഡ്രാഗൺ അല്ലേ? അതെ അതെ. ഇപ്പൊ സെമി അഡൽട്ട് ആണ് ഇപ്പം കൊടുക്കാനുള്ളത്. സെമി അഡൽട്ട് അപ്പൊ ഫീമെയിൽ ആ ഒരു ഇതായിരിക്കും വരിക. മെയില് അഡൽട്ട് ആണോ? മെയിൽ അഡൽട്ട് ആണ്. മെയിൽ അഡൽട്ട് ഉണ്ട്, സെമി അഡൽട്ട് ഉണ്ട്. സെമി അഡൽട്ടും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ഈ കളർ പാറ്റേൺ തന്നെയാണോ വരിക പർപ്പിൾ ബെറിക്ക്? ഇതിന് ഇതേപോലെ തന്നെ ഒരു പെട്ടെന്ന് ഇടുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ? അല്ലാതെ വേറെ കളർ ചേഞ്ചോ കാര്യങ്ങളോ? ഇതേ ക്വാളിറ്റി തന്നെ ഇറങ്ങും. ഇതേ ക്വാളിറ്റി 100% ഇതേ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട്. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ ഇപ്പം ഫീമെയിൽ സെമി അഡൽറ്റ് കൊണ്ട് പെയർ 90, 100 ആ റേഞ്ച് ആണ് വരുന്നത്. 150 ആയിരുന്നു പെയർ. ഇപ്പം എന്താ വെച്ചാൽ സെമി അഡൽട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് 90 നമുക്ക് 90 കൊടുക്കാം. ശരി, ഓക്കെ. അടുത്തൊരു നല്ലൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഓക്കെ, ഇത് ഏതാ വെറൈറ്റി വരുന്നത്? പ്ലാറ്റിനം കോയി ഡംബോയിയർ ആണ് വരുന്നത്. പ്ലാറ്റിനം കോയി ഡംബോയിയർ. ഒരു 90% ഒക്കെ ഉള്ളൂ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. 90 ഉണ്ട്, 90% സ്റ്റെബിലിറ്റി ആണ് നമ്മൾ പറയാ. പക്ഷെ കിട്ടുന്ന ഒരു 99ഓളം കിട്ടുന്നുണ്ട്. ചെറിയ ഇതിനകത്ത് ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 ഒക്കെ ഉള്ളൂ ഈ കോയി ഇറങ്ങാത്തേ ഉള്ളൂ. ഇയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാൻ 90 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുള്ളത് ആണല്ലേ? എന്നാലും അത്യാവശ്യം നല്ലൊരു വെറൈറ്റി, നല്ല കളർ വെറൈറ്റി ഉണ്ടല്ലേ? കാരണം ഒക്കെ നല്ലൊരു പാറ്റേൺ വെറൈറ്റി ആണല്ലോ. അതെ അതെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം? നമ്മൾ സാധാരണ ഇട്ടാൽ മതി. ആണല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആണ് കുറച്ചുകൂടി വലുത്. അതെ, ഫീമെയിൽ ആണ്. മെയിലിനെക്കാളും കുറച്ചുകൂടി വലുപ്പം കൂടി ഫീമെയിൽ ആണ്. കാണാനും ഭംഗി മെയിൽ തന്നെയാണോ അല്ലേ? പക്ഷെ എന്നാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഫീമെയിലിനും അത്യാവശ്യം ഭംഗിയുണ്ട്. കാരണം മറ്റേ പ്ലെയിൻ ആയിട്ടാണല്ലോ കിടക്കുന്നത്. ഒരു അങ്ങനത്തെ ഒരു ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? എങ്ങനെയാ ഇത് പ്രൈസ്? 150 ആണ്. ഇവിടെ ഉള്ളതിനെ കൊണ്ട് 150 ആണ്. ശരിക്കുള്ള മാർക്കറ്റ് റേറ്റ് ഒരു 250, 200 ആ റേഞ്ച് ഉണ്ട്. 200 റേഞ്ച് അത് ഇഷ്ടം പോലെ ഉള്ളതിനെ കൊണ്ട്. ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത വെറൈറ്റി പോയാലോ? ഓക്കെ ഓക്കെ. അല്ലെ, നല്ലൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് നൈറ്റ് ഡ്രാഗൺ ആണ്. നൈറ്റ് ഡ്രാഗൺ. അതെ അതെ. നൈറ്റ് ഡ്രാഗൺ മാത്രമേ ഉള്ളോ? അതെ അതെ. നൈറ്റ് ഡ്രാഗൺ ഡംബോയർ എങ്ങനെയാണോ? നൈറ്റ് ഡ്രാഗൺ ഡംബോയർ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, നല്ലൊരു വെറൈറ്റി തന്നെ. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ, ഒരു ഫ്ലവർ ടൈപ്പ്, ഒരു ടെയിലൊക്കെ ആയിട്ട് നല്ലൊരു ഇതൊക്കെ കാണുന്നത്. നമ്മളിപ്പോ ഫ്ലവർ ടൈപ്പ് കാണുന്നത് മെയിലല്ല കാണുന്നത്, ഫീമെയിൽ ഈ കളർ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട്. ഇതിന്റെ ടെയിൽ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 150 ആണ്. പെയർ 150 ആണ് അല്ലേ? അത്യാവശ്യം കൊടുക്കാനൊക്കെ ഉള്ള നല്ലൊരു തന്നെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത വെറൈറ്റി പോയാലോ? ഓക്കെ, അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഈ വെറൈറ്റി ഏതാ വരുന്നത്? നമ്മളെ ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല മക്കളെ കിട്ടുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ? ഓക്കെ, എന്നും മാർക്കറ്റിലുള്ള ഒരു വെറൈറ്റി തന്നെയല്ലേ? ഇതൊക്കെ തോന്നുന്നു ഫീമെയിൽ അത്ര ബ്ലാക്ക് ഉണ്ടാവില്ല, മെയിൽ ആയിരിക്കും ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ഇതിവിടെ എങ്ങനെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട് അല്ലേ? അതിന് എന്താ റേറ്റ് വരുന്നത്? 150. നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റി പോയാലോ? കുപ്പികളിലെ അവസാനമായിട്ടുള്ള ഈ വെറൈറ്റി ഏതാണെന്ന് പരിചയപ്പെട്ടാലോ? ഇത് ഏതാ വെറൈറ്റി വരുന്നത്? പ്ലാറ്റിനം ഡംബോയർ. പ്ലാറ്റിനം ഡംബോയർ. നമ്മള് വേറൊരു വെറൈറ്റി കൂടെ ഇതേമാതിരി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ഡംബോയറിന്റെ. ഓക്കെ, അതിന്റെ വേറൊരു വെറൈറ്റി ആണല്ലേ കാണുന്നത്? ഇത് ഷോർട്ട് ടൈപ്പ് ആണോ? അല്ലല്ല, ഷോർട്ട് ടൈപ്പ് അല്ല. ഓക്കെ, ഇതെങ്ങനെയാ? അഡൽട്ട് ആണോ അല്ലെ സെമി അഡൽട്ട് ആണോ? സെമി അഡൽട്ട് ആണ്. സെമി അഡൽട്ട് ആണ്. ഈ ഒരു ഇതിൽ തന്നെയാണോ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത്? അതെ അതെ, ഇതിൽ തന്നെയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പൊ എത്രയാ റേറ്റ് വരുന്നത്? സെമി അഡൽട്ട് ഒക്കെ പെയർ 150 തന്നെയാണ്. പെയർ 150 സെമി അഡൽട്ട് ആണെങ്കിൽ. അതെ അതെ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ അഡൽട്ട് ആണെങ്കിലും സെയിം തന്നെ? അത് സെയിം തന്നെ. നമ്മുടെ പിന്നെ അധികം പീസ് ആണ് നേരത്തെ പ്ലാറ്റിനം പർപ്പിൾ ബെറി ആയിരുന്നു. നമുക്ക് എന്നാല് അടുത്ത നമ്മളെ എന്താ പറയാ ഗപ്പി വെറൈറ്റി കഴിഞ്ഞു. നമുക്ക് എന്നാലും അടുത്ത ഏഞ്ചൽ വെറൈറ്റിയിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ, തീർച്ചയായും. നമ്മളിപ്പോ ഏഞ്ചൽ വെറൈറ്റി അല്ലേ പരിചയപ്പെടുന്നത് അല്ലേ? അതെ അതെ. ഈ ഏഞ്ചൽ വെറൈറ്റിയിൽ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്ന വെറൈറ്റി ഏതാ? ഇതാണ് റെഡ് ഡബിൾ. റെഡ് ഡബിൾ. അതെ, റെഡ് ഡബിൾ. നല്ലൊരു. അതെ അതെ, മുഴുവൻ റെഡ് കയറും. ഫുൾ റെഡ് കയറും അല്ലേ? ഇതേപോലെ തന്നെ ചെറിയ പീസിനൊപ്പം തന്നെ. നമുക്ക് ഇതിപ്പോ കുഞ്ഞുങ്ങളാണ് അല്ലേ? അതിപ്പം കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇതെങ്ങനെയാ ശരിക്കും ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെ എങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? എങ്ങനെയാ ഇത് പ്രൈസ്? ഇപ്പത്തെ രീതിയിൽ ഒരു പീസിന് 150 ആണ്. പീസിന് 150. അതിന്റെ പേരിലേക്ക് പോകണമെങ്കിൽ ഒരു 3000 ആ റേഞ്ച് ഒക്കെ ഉണ്ട്. 3000 ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട് അല്ലേ? റെഡ് പക്ക ക്വാളിറ്റി ആണ് വരുന്നത്. പക്ക ക്വാളിറ്റിയില് ഒരു 3000. ഇനിയിപ്പോ ഇതിപ്പോ സെമി അഡൽട്ട് ആണോ അല്ലെങ്കിൽ ഒരു മറ്റേ ജൂനിയൽ സ്റ്റേജ് ആണോ? എങ്ങനെയാണത്? ജൂനിയൽ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 months കഴിഞ്ഞിട്ടുണ്ട്. 3 months ശരിക്കും ഒരു പെയർ ആവണമെങ്കിലൊക്കെ ഒരു 7-8 മന്തിൽ നമുക്ക് വേണം. ഈ ഒരു സമയമൊക്കെയാണ് ശരിക്കും അതിന്റെ സീസണിലാണ് കൂടുതലായിട്ടുള്ളത്. നമുക്കിപ്പോ പെയർ കൊടുക്കാനില്ല. ഇല്ല, ഇപ്പം ഇതിനൊക്കെ ഒരു പേരൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടാവും.
ഇപ്പൊ ഏഞ്ചൽ വെറൈറ്റിയിൽ എത്ര വെറൈറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം 8-9 വെറൈറ്റി ഉണ്ട്. 9 വെറൈറ്റി ഉണ്ട്. അതിലിപ്പോ എത്ര വെറൈറ്റി ഇപ്പൊ കൊടുക്കാനുണ്ട്? കൊടുക്കാനിപ്പോ ഒരു 5 വെറൈറ്റിയോളം 5 വെറൈറ്റിയോളം കൊടുക്കാനുണ്ട്. കാരണം ഇനിയിപ്പോ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഇനിയിപ്പോ ഒരു മഴയൊക്കെ ആവുന്ന സമയത്ത് ഏകദേശം അതും ആവാറായിട്ടുണ്ട്. നമുക്ക് എന്നാലും അടുത്ത ഏഞ്ചൽ വെറൈറ്റി പരിചയപ്പെട്ടാലോ? നമ്മളിപ്പോ ഈ കാണുന്ന വെറൈറ്റി ഏതാ? ഈ ഏഞ്ചൽ വെറൈറ്റി ഏതാ? ഇതാണ് BSP. അതെ, ബൾഗേറിയൻ സിൽക്ക് പാന്റ്. ഓ, നല്ലൊരു എന്താ പറയാ, നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് വൈറ്റ് ആണോ? അല്ല, വൈറ്റ് തന്നെയാണോ ഇതിന്റെ കളർ? വരുന്നുണ്ട്. ഓ, അങ്ങനെയാണ് അല്ലെ? ഇതൊക്കെ അക്വറത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്ലൂ ലൈറ്റ് ഒക്കെ കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. ഓക്കെ, ഇതെങ്ങനെയാ ശരിക്കും നമുക്ക് കൊടുക്കാനുണ്ടോ? ഇതിനിപ്പം പീസ് വരുന്നത് 100 രൂപയാണ് വരുന്നത്. പീസിന് 100 രൂപയാണ് വരുന്നത് അല്ലെ? ഓക്കെ, മറ്റേനെ നോക്കുന്ന സമയത്ത് ഇതായിരിക്കും കുറച്ചുകൂടി റേറ്റ് കുറവ്. മറ്റേനെ കുറച്ച് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കൊടുക്കാനുണ്ട്. ഇത് നമുക്ക് ബ്രീഡിംഗ് പെയർ കൊടുക്കാനില്ലല്ലോ? ഇതിന്റെ ബ്രീഡിംഗ് പെയർ ഉണ്ടാവില്ല, കൊടുക്കാണ്ടാവില്ല. ഒന്നേ ഉള്ളൂ. ഇതിപ്പം എന്റേതാണ്, ബ്രൂഡാണ് അല്ലേ? ഓക്കെ. എന്നാലേ ഒരു ബ്രീഡായി കിടക്കുന്ന അല്ലെങ്കിൽ ബ്രീഡായി എന്താ പറയാ, നമുക്കിപ്പോ ഈ ഗ്രീനിഷ് കളർ കാണുന്ന ബ്രീഡായി കിടക്കുന്നത് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ഈ ഒരു വെറൈറ്റി ഇതിപ്പോ ഏകദേശം കുറച്ച് ദിവസം കൊണ്ട് ബ്രീഡ് ആവും തോന്നുന്നു അല്ലെ? ബ്രീഡായി മക്കളുണ്ട് അല്ലെ? അതുകൊണ്ട് ഇപ്പം ചേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് കോയി ഏഞ്ചൽ ആണ് വരുന്നത്. കോയി ഏഞ്ചൽ ആണല്ലേ വരുന്നത്? ഓക്കെ, ഇതിപ്പോ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാനുണ്ടാവും. അതെ, കൊടുക്കാനുണ്ടാവും. ഈ പെയർ കൊടുക്കാനുള്ളതാണ്. ഈ പെയറിന് എന്താ റേറ്റ് വരുന്നത്? ഈ പെയർ 1500 ആണ് വരുന്നത്. 1500 ആണ് നമുക്കപ്പോ പെയർ റേറ്റ് വരുന്നത് അല്ലേ? ഇതൊന്നുള്ളൂ ഇപ്പൊ അവൈലബിലിറ്റി. ഓ, നമുക്ക് എന്തെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഏതാ വെറൈറ്റി വരുന്നത് നമുക്ക്? ഇത് ചെറി റെഡ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ഹെഡില് റെഡ് കളറും പിന്നെ ബോഡിക്ക് വൈറ്റ് കളറും വരുന്നത്. ഈ ഒരു ഇതിലിട്ടത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതും പേരായി നിൽക്കുകയാണോ? പേരായിട്ട് നിൽക്കുകയാണ്. മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ബട്ടൺ സൈസ് ആയിട്ടേ ഉള്ളൂ. ഓ, അപ്പൊ അതും നമുക്കൊരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാനുണ്ടാവില്ലേ? 1 month തന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ആണല്ലേ? ഓക്കെ. നമുക്ക് ഇത് കൊടുക്കാനില്ല, ബ്രീഡിംഗ് പെയർ ഒന്നും കൊടുക്കാനില്ലല്ലോ? ഇല്ല, നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആണ്. നമ്മൾ ഈ കാണുന്ന വെറൈറ്റി ഏതാ? ഇത് ബ്ലൂ ഏഞ്ചൽ ആണ്. നല്ലോണം എന്താ പറയാ, അത്യാവശ്യം നല്ല വലിപ്പവും പിന്നെ കാണാൻ നല്ല രസമുള്ള. ഇതിപ്പം ബ്ലൂ ആണ് തോന്നുന്നത്. ഇതിൽ ഇട്ടതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത കൊണ്ടല്ലേ? ഒരു ഡാർക്ക് സർഫസ് ആണെങ്കിൽ ഒരു മേത്ത് ലൈനൊക്കെ ആയിട്ട് നല്ല ഒരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയല്ലേ? ഓക്കെ, ഇത് ഇപ്പം പെയറായി നിൽക്കുകയാണ്. പേരായി നിൽക്കുകയാണ്. ഇതിന്റെ മക്കളുണ്ട്. മക്കള് ആവുന്നുള്ളൂ, സൈസ് ആവുന്നുള്ളൂ. ബട്ടൺ സൈസിലേക്ക് ആവുന്നുള്ളൂ. ഓഹോ, ഇതിപ്പം എന്താ പറയാ, ഇനിയിപ്പം ഒരു ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കാനുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഏഞ്ചൽ വെറൈറ്റി വേറെ ഏതെങ്കിലും നമുക്ക് കാണിക്കാം? ചെറിയ റെഡ് കാണിക്കാം. ഓക്കെ, അതൊന്നും കൂടെ കണ്ടുവരാം. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 8-9ഓളം വെറൈറ്റി ഏകദേശം നമ്മളിപ്പോ ഗപ്പീസ് കണ്ടു കഴിഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഏഞ്ചൽ വെറൈറ്റി ഒരു 5 വെറൈറ്റിയോളം നമ്മളിപ്പോ നിലവിലിപ്പോ കൊടുക്കാനുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു മഴക്കാലൊക്കെ ആകുമ്പോഴേക്കും ഒരു 9 വെറൈറ്റീസോളം നിലവിലാവും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളൊരു സെക്കൻഡ് പാർട്ടും കൂടെ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ചുകൂടി അങ്ങോട്ടായിട്ട് നമ്മൾ വേറെ ഒന്ന് സെറ്റപ്പ് ആക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സെറ്റപ്പ് ആക്കുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തതിൽ വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എന്റെ ബിഗിനേഴ്സ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബെറ്റാസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബെറ്റാസ് എന്തൊക്കെയാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കണ്ട് വരിക. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.